ഈ പരമനാറി പുന്നാര മോനെ കൊണ്ട് ഒരു തൊര്യമില്ലല്ലോ. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഒരു മരവാണം. എന്നാൽ ഇവന്റെ വായിൽ നിന്ന് വീഴുന്നത് കേട്ടാലുണ്ടല്ലോ, ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്താൻ തോന്നും. ഇവനെ പോലുള്ള വിഷജന്തുവിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടാൻ മാത്രം നട്ടലിന് ഉറപ്പുള്ള ഒരു നേതാവും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതെ പോയി എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇരട്ടച്ചങ്കൻ നിന്ന് സ്വയം പ്രഖ്യാപിച്ചു നടക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ? അതോ കണ്ടിട്ടും കാണാത്തതുപോലെ അഭിനയിക്കുകയാണോ? അതോ പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കുതിര കെട്ടാൻ മാത്രമേ അറിയുള്ളൂ? എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് എല്ലാ സ്നേഹ ആദര ബഹുമാനത്തോടും കൂടി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പരമച്ചെറ്റ പബ്ലിക്കായി ഇത്രയും വർഗീയത പറഞ്ഞിട്ടും ഇവനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കാൻ താങ്കൾക്ക് പേടിയാണെങ്കിൽ, താങ്കൾക്ക് ഭയമാണെങ്കിൽ, ദയവ് ചെയ്ത് സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. താങ്കൾ ഇരിക്കുന്ന കസേരയോട് താങ്കൾക്ക് അല്പം ബഹുമാനമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് രാജിവെച്ചിട്ട് ഇറങ്ങി പോവുകയാണ് വേണ്ടത്. അതാണ് അന്തസ്സുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ഇതുപോലുള്ള വിഷജന്തുക്കളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന നേതാക്കൾ കയറി ഭരിക്കട്ടെ. തെരുവ് പട്ടിയുടെ മുഖമുള്ള വെള്ളാപ്പള്ളി നടേശ, ഏത് ക്രിസ്ത്യാനിയാണ് മുസ്ലിങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ ഭയക്കുന്നത്? എവിടെയുള്ള ക്രിസ്ത്യാനികളാണ്? മുസ്ലിങ്ങളെ ഭയന്നിട്ടല്ല, നിന്നെപ്പോലുള്ള വിഷജന്തുവിന്റെ വായിൽ നിന്നും വരുന്ന വിഷത്തെയും നിന്നെപ്പോലെ പേ പിടിച്ച തെരുവ് നായ്ക്കളെയുമാണ് ഇവിടെയുള്ള സാധാരണക്കാരായ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഭയക്കുന്നത്. നിന്നെപ്പോലെയുള്ള വിഷജന്തുവിനെ എന്ന് നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുന്നുവോ അന്ന് മാത്രമേ ഞങ്ങളുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും സാഹോദര്യവും സന്തോഷവും നിലനിൽക്കുകയുള്ളൂ. അതിനി ഒരുപാട് സമയമൊന്നും വേണ്ട. കേട്ടോടാ പൈങ്കിളി മോനെ.